അമ്പായത്തോട്ട ഒരു പ്രശ്നം ഈ സമരത്തിന് ശേഷം കുട്ടികൾക്ക് നമ്മുടെ നാട്ടിലെ കുട്ടികൾക്കൊക്കെ പോലീസ് കേൾക്കുമ്പോൾ പേടിയാണ്. നമ്മൾ കുട്ടികൾക്ക് ചോറ് കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് ഇപ്പോൾ പോലീസിനെ വോട്ട് കൊണ്ട് പഠിപ്പിക്കണമെന്നൊക്കെ പറയല്ലേ. അപ്പോൾ ഈ സമരത്തിന് ശേഷം ഈ സമരസമിതി നേതാക്കളെയും പ്രവർത്തകരെയും ഒക്കെ തേടി രാവെന്നോ പകലെന്നോ ഇല്ലാതെ പോലീസ് ഇങ്ങനെ വീടുകൾ കയറി ഇറങ്ങുമ്പോൾ കുട്ടികളുടെ പ്രയാസം വലുതാണ്. അതെ, ഫ്രഷ്കട്ട അറവ് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന് മുന്നിലെ സംഘർഷത്തിന് ശേഷം കുട്ടികൾ എത്താതെ കൂടത്തായി സെയിന്റ് ജോസഫ് LP സ്കൂൾ 60 കുട്ടികളുള്ള സ്കൂളിൽ ഇപ്പോൾ വരുന്നത് 4-5 കുട്ടികൾ മാത്രമാണ്. പുറത്തിറങ്ങാനുള്ള ഭയം മൂലം കുട്ടികൾ സ്കൂളിലെത്താൻ മടിക്കുന്നുവെന്ന് അധ്യാപകർ മീഡിയ വണ്ണിനോട് പറഞ്ഞു. സെന്റ് ജോസഫ് LP സ്കൂൾ കൂടത്തായിലാണ്. ഇവിടെ ഈ ഈരോട് കരിമ്പാലക്കുന്ന് ഭാഗത്തുള്ള കുട്ടികളൊക്കെ തന്നെ പഠിക്കുന്ന ഈ ഒരു ഭാഗത്ത് തന്നെ ഏക സ്കൂളാണ് ഇത്. ഈ ഫ്രഷ് കട്ടിലുണ്ടായ സമരത്തെയും സംഘർഷത്തിനെയും തുടർന്ന് പിന്നീട് അതിന് ശേഷം ഉണ്ടായ സംഭവങ്ങളെ തുടർന്ന് ഇവിടെയുള്ള കുട്ടികൾ ഇവിടേക്ക് പഠിക്കാനെത്തുന്ന കുട്ടികളുടെ എണ്ണം ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. ഇവിടേക്ക് ഇപ്പോൾ ഇവിടെ പഠിക്കുന്ന കുട്ടികളൊക്കെ തന്നെ ഈ ഭാഗത്തു നിന്ന് മാറിപ്പോവുകയും ചില കുട്ടികളൊക്കെ തന്നെ പേടി കൊണ്ട് സ്കൂളിലേക്ക് പോലും വരാത്തൊരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. സ്കൂളിലെ അധ്യാപകരാണ് നമ്മുടെ കൂടെയുള്ളത്. എത്ര കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണിത്? ഇപ്പോൾ എത്ര കുട്ടികളാണ് ഇവിടെ ഉള്ളത്? നിലവിൽ 60-70 കുട്ടികളുടെ അടുത്ത് പഠിക്കുന്ന സ്കൂളാണ്. ഇപ്പോൾ ഈ ഒരു സംഭവത്തിന് ശേഷം തീരെ കുട്ടികൾ സ്കൂളിലില്ല. ഒരു 4-5 കുട്ടികൾ മാത്രമാണ് നിലവിൽ സ്കൂളിൽ വരുന്നത്. മറ്റുള്ള കുട്ടികളൊന്ന് പേടിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, വീട്ടിൽ നിന്ന് വരാത്തൊരു സാഹചര്യം നിലവിലുണ്ട്. അപ്പോൾ അവരുടെ രക്ഷിതാക്കൾ എന്താണ് പറയുന്നത്? ഇപ്പം ഇവിടുന്ന് മാറിപ്പോയത് കൊണ്ടാണോ അല്ലെങ്കിൽ വീടുകളിൽ തന്നെ ഉണ്ടോ കുട്ടികൾ? നമ്മൾ അന്വേഷിക്കാറുണ്ട് കുട്ടികളെ എവിടെയാണുള്ളത്. പക്ഷേ എന്തായാലും പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു ധൈര്യം അവർക്കില്ല യഥാർത്ഥത്തിൽ. എന്നാൽ റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പോലീസുകാരെ കാണുന്നുണ്ടെന്നും എന്നിട്ട് വരുന്ന സമയത്ത് ഈ ഒരാളെ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് ഇതാരാണ് എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഈ ഒരു ഭീകര അവസ്ഥ ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യുന്നത്, അവർ പേടിച്ചുകൊണ്ട് പുറത്തിറങ്ങുന്നില്ല എന്നാണ് പറയുന്നത്. ഈ പ്രദേശത്ത് ഏകദേശം ഒരു ഡയറക്റ്റ് നോക്കുകയാണെങ്കിൽ ഒരു 300-400 മീറ്ററിൻ്റെ അകലേ ഉള്ളൂ നേരെ പോവുകയാണെങ്കിൽ. ഈ ഒരു സ്ഥലത്താണ് യഥാർത്ഥത്തിൽ ഈ ഫ്രഷ് കട്ടിൻ്റെ ഈ പ്ലാന്റ് ഉള്ളത്. അപ്പോൾ ഇവിടെ ഉച്ചഭക്ഷണം വിളമ്പുന്ന സമയത്തും മറ്റുള്ള സമയങ്ങളിലൊക്കെ തന്നെ ഇതിൻ്റെ ദുർഗന്ധം വമിക്കാറുണ്ട്. അത് കുട്ടികൾ പറയാൻ ഇത് ഞങ്ങൾ ഇത്ര അനുഭവിക്കുന്നെങ്കിൽ ഞങ്ങൾ വീടുകളിൽ എത്രമാത്രം ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്ന് കുട്ടികളും രക്ഷിതാക്കളും നിരന്തരം പരാതി പറയാറുണ്ട്. ഞങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓൺലൈനിൽ ക്ലാസ്സിൽ എടുത്തുകൊണ്ടിരിക്കുകയാണ്. വേറെ മാർഗ്ഗങ്ങളില്ല. നമ്മൾ നിരന്തരം കുട്ടികളോട് വരാൻ പറയാറുണ്ട്. പിന്നെ മെസ്സേജുകൾ അയക്കാറുണ്ട്. പിന്നെ കുട്ടികളെ രക്ഷിതാക്കളെ നേരിട്ട് ഇവിടെ എത്തിക്കുകയോ ഇനി അധ്യാപകർ അവരുടെ വാഹനങ്ങളിൽ കുട്ടികളെ വേണമെങ്കിൽ എന്ത് ചെയ്യുക, സ്കൂളിൽ എത്തിക്കാം, അതിൻ്റെ സംരക്ഷണം ഞങ്ങൾ ഒരുക്കിക്കോളാം എന്നിവരെ പറഞ്ഞാൽ പോലും ആ അങ്ങാടിയിൽ നിന്ന് ഇവിടെ എത്താനുള്ളൊരു പ്രയാസം ഉണ്ടല്ലോ, അത് അവരുടെ മുമ്പിൽ വലിയൊരു പ്രയാസമായിട്ട് ഞങ്ങൾക്ക് ധൈര്യമില്ല എന്നാണ് അവർ പറയുക. 5-6 പേരെ ഒരു ദിവസം വരുന്നുള്ളൂ. പിന്നെ ഞങ്ങൾ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം രാവിലെ 9:30 മണി മുതൽ 4 മണി വരെ എന്ത് ചെയ്യുന്നു സ്കൂൾ പ്രവൃത്തി സമയം തന്നെയാണ്. അതെല്ലാ ദിവസവും തുറന്നു വെക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ബാക്കിയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ കുട്ടികളില്ല, എന്ത് ചെയ്യാനാണ്? ഇപ്പം നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണും, സ്കൂള് വിട്ടിട്ടില്ല, സ്കൂൾ അടയ്ക്കുന്ന സമയമായിട്ടില്ല. സ്കൂളിലാകെ നമ്മൾ കയറി വരുമ്പോൾ 1-2-3 കുട്ടികൾ മാത്രമാണ് സ്കൂളിലുള്ളത്. പരീക്ഷയാകാൻ ആയ സമയത്തൊക്കെ തന്നെ ഇത്തരത്തിലൊരു ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ അത് കുട്ടികളുടെ പഠനത്തെ എത്രത്തോളം ബാധിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ വലിയ ചർച്ചയാകേണ്ട കാര്യം തന്നെയാണ്. ഈ ക്ലാസ് മുറികളിൽ ഈ ദുർഗന്ധം സഹിച്ചുകൊണ്ട് തന്നെ പഠിച്ച കുട്ടികളാണ്. എന്തായാലും ഇതിൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതും ഈ കുട്ടികളൊക്കെ തന്നെയാണ്. ജിഷ്ണു മീനങ്ങാടിക്കൊപ്പം ദൃശ്യ പുതിയ മീഡിയ 1 കോഴിക്കോട്.